ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ ഏകത്വം ഉൾക്കൊണ്ടുള്ള ആത്മീയ പ്രയാണം. ആ വഴിയിലാണ്, അതാണ് ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള രാജപാത. യഥാർത്ഥ രാജാക്കന്മാർ സഞ്ചരിക്കുന്ന വഴിയാണത്. ദുനിയാവിലെ രാജാക്കന്മാർക്ക്, അധികാരികൾക്ക് ദുനിയാവിലെ അധികാരമുണ്ടാകൂ. എന്നാൽ ഈ രാജപാതയിലൂടെ മുന്നേറി ലക്ഷ്യത്തിലെത്തുന്നവർക്ക് വാസ്തവത്തിൽ ഇരുലോകത്തും അധികാരവും ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. തൗഹീദിലൂടെ ലക്ഷ്യത്തിലെത്തിയ ആളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച ഇഷ്ടദാസനെ സംബന്ധിച്ചിടത്തോളം അവനാണ് രാജാവ്. അതേ, തൗഹീദിന്റെ വഴിയാണ് രാജപാത. ആ പാതയെ നാം പരിചയപ്പെടുകയും ആ പാതയിലൂടെ നാം മുന്നേറുകയും പുരോഗമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആദ്യമായി തൗഹീദിന്റെ രാജപാത ഏതാണ് എന്നറിയണം. ഒരുപാട് വഴികൾ മനുഷ്യർക്ക് നടക്കാനും ജീവിക്കാനും ലോകത്തുണ്ട്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആ മണലാരുണ്യത്തിൽ, മരുഭൂമിയുടെ മണലാരുണ്യത്തിൽ ഒരു വര വരച്ചുകൊണ്ട്, നേരായ ഒരു വര വരച്ചുകൊണ്ട്, അതിൻ്റെ ഇടതും വലതും ധാരാളം മറ്റു വരകളും വരച്ചുകൊണ്ട്, ഇതൊക്കെ വിവിധങ്ങളായ മാർഗങ്ങളാണ്, വഴികളാണ്. ഞാൻ നേരെ വരച്ച ഈ വര, ഇതാണ് അള്ളാഹുവിലേക്കുള്ള വഴി. മറ്റു വരകളൊക്കെ തന്നെ വിവിധങ്ങളായ മാർഗങ്ങളാണ്, ആശയങ്ങളാണ്, ദർശനങ്ങളാണ്. അതൊക്കെയും നരകക്കുഴിയിലേക്കുള്ള മാർഗങ്ങളും ആണ്. ആ ഓരോ വഴിയിലും ആ വഴിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന പിശാചുക്കൾ, മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കൾ, നേരായ തൗഹീദിന്റെ രാജപാതയിൽ നിന്ന് നിങ്ങളെ ദിശ മാറ്റി വഴിതെറ്റിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചും കൊണ്ട് ഓരോ വഴികളിലും നിലയുറപ്പിച്ചിരിക്കുന്നു എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആനിന്റെ വെളിച്ചത്തിൽ, തിരുസുന്നത്തിന്റെ വെളിച്ചത്തിൽ, മുൻഗാമികളുടെ ഉദ്ധരണികളുടെ വെളിച്ചത്തിൽ, ചരിത്രങ്ങളുടെ പിൻബലത്തിൽ അള്ളാഹുവിലേക്കുള്ള രാജപാത ഏത് എന്ന് ആദ്യമായി നാം വഴി അറിയണം, വഴി പഠിച്ചിരിക്കണം. എന്നിട്ട് ആ പഠിച്ച വഴിയിലൂടെ മുന്നേറണം, നീങ്ങണം, ആത്മീയ സഞ്ചാരം നടത്തണം. വഴി അറിഞ്ഞില്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തില്ലല്ലോ. വഴി തെറ്റിപ്പോയാൽ ലക്ഷ്യത്തിൽ നിന്ന് അകലങ്ങളിലാണല്ലോ എത്തിപ്പെടുക. വഴി കൃത്യമായി അറിഞ്ഞു, അതുകൊണ്ടും ലക്ഷ്യത്തിലെത്താൻ ഒക്കൂലല്ലോ. അറിഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചാലല്ലേ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വഴി അറിയുകയും വേണം, അറിഞ്ഞ വഴിക്ക് സഞ്ചരിക്കുകയും വേണം. ഇവിടെ നമുക്കിപ്പോൾ ആ വഴിയെക്കുറിച്ച് വിവരിക്കാൻ, സൂചന നൽകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ വഴിയിലൂടെയുള്ള പരിശ്രമം ഞാനും നിങ്ങളും ആ പരിശ്രമത്തിൽ ഏർപ്പെടുക തന്നെ ചെയ്യണം. എങ്കിലേ അള്ളാഹുവിങ്കലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തൗഹീദിന്റെ രാജപാത, ആ പാതയ്ക്ക് 4 സ്റ്റെപ്പുകളുണ്ട് എന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു.
4 സ്റ്റെപ്പുകൾ, 4 പടവുകൾ. തൗഹീദിന്റെ രാജപാതയിലൂടെ പുരോഗമിക്കുന്ന ഒരു സാധകൻ, ഒരു മുഅ്മിന് 4 പടവുകൾ താണ്ടിക്കടന്നാലാണ് തൗഹീദിന്റെ പൂർത്തീകരണത്തിൽ സമ്പൂർണതയിൽ എത്തിപ്പെടുന്നത്. 4 സ്റ്റെപ്പുകളുണ്ട് തൗഹീദിന്. അള്ളാഹുവിലേക്കുള്ള വഴിക്ക് 4 പടവുകൾ. ഏതൊക്കെയാണ് ആ 4 പടവുകൾ? 1, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതന്നെ തൗഹീദ്, അതിന് മാറ്റമൊന്നുമില്ല. തൗഹീദിന്റെ അത്യുന്നതമായ വാക്യം, വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 1ാമത്തെ സ്റ്റെപ്പാണ്, ആദ്യത്തെ പടവാണ് ലാ മഅബൂദ ഇല്ലല്ലാഹ്. അവിടെ നിന്ന് പുരോഗമിച്ചാൽ, ആ 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് പുരോഗമിച്ചാൽ, ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന മഖാമു പൂർത്തീകരിച്ചാൽ, അവിടത്തെ പഠനം പൂർത്തിയാക്കി വിജയിച്ചാൽ, പിന്നെ എത്തുന്ന 2ാമത്തെ സ്റ്റെപ്പാണ്, പടവാണ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ്. ആ 2ാം ക്ലാസ്സിൽ നിന്ന് മാർക്ക് വാങ്ങി വിജയിച്ചാൽ 3ാമത്തെ സ്റ്റെപ്പാണ് ലാ മശ്ഹൂദ ഇല്ലല്ലാഹ്. ആ 3ാമത്തെ പടവും താണ്ടിക്കടന്നാൽ എത്തുന്ന ഔന്നിത്യത്തിന്റെ മഖാമാണ്, തൗഹീദിന്റെ പൂർത്തീകരണത്തിന്റെ മേഖലയാണ് 4ാമത്തെ പടവ്, അത് ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഇതൊക്കെ ഏടിലും കിതാബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ദിക്റിന്റെ മജ്ലിസിൽ നമ്മിൽ പലരും അത് ചൊല്ലിയിട്ടുണ്ടാകും. ലാ മഅബൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലാ മശ്ഹൂദ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ് ഉണ്ടാകും ചെയ്യും. അത് അത്യുച്ചത്തിൽ മുഴക്കും ചെയ്യും. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഈ കോലാഹലമൊക്കെ നടക്കുന്ന ഇടയിൽ ഈ പരിസരത്തെ ഏതോ ഒരു പള്ളിയിൽ നിന്നുണ്ട് ഈ ദിക്ർ ആ കോളാമ്പിയിൽ ഇട്ടിട്ട് ചൊല്ലുന്നുണ്ട്. ആര് പറഞ്ഞാലും കേൾക്കൂല. ഒരുമാതിരി മതസംഘടനാ നേതൃത്വമൊക്കെ, ഏറെക്കുറെ മത നേതാക്കന്മാരൊക്കെ, പാണക്കാട് തങ്ങളടക്കമുള്ള, അതാണല്ലോ ഇപ്പൊ കേരളത്തിൽ ആപേക്ഷികരിച്ച്, ഞാൻ രാഷ്ട്രീയം എന്നുള്ള നിലക്ക് പറയല്ല, മതസംഘടനയും രാഷ്ട്രീയവും രണ്ടും കൂടിയിട്ടുള്ള ഒരു നേതൃത്വം അല്ലേ. അദ്ദേഹമല്ലാത്ത പണ്ഡിതന്മാരും പറഞ്ഞു 5 നേരത്തെ വാങ്ങിന് മതി പുറത്തേക്കുള്ള ശബ്ദം എന്ന് പറഞ്ഞിട്ട്. അതൊന്നും കേൾക്കാൻ സൗകര്യമില്ല. അപ്പോഴാണ് ഈ മോഡിയൊക്കെ വരിക. അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. സൗദി അറേബ്യയിലുണ്ട് ഈ ഇടപാട്. ഏത് അറബ് ഇന്ത്യ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് പലപ്പോഴും മിസ്യൂസ് ചെയ്യാൻ. ആകെ 4 കാക്കാമാരിയ്ക്കുക പള്ളിക്കകത്ത്, എന്നിട്ട് ഇത് ഈ കോളാമ്പിയിലൂടെ നാട് മുഴുക്ക കേൾപ്പിക്കുക. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടതാ. നിർത്തണം സഹോദരന്മാരെ അത്തരത്തിലുള്ള ഏർപ്പാടൊക്കെ. അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അള്ള എന്താ പറഞ്ഞത്? നിങ്ങൾ വിനയത്തോടെ, വളരെ വിനയത്തോടെ സ്വരം താഴ്ത്തി വിളിച്ചാ മതി. സ്വഹാബാക്കൾ പലപ്പോഴും അല്ലാഹ് 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 എന്ന് അത്യുച്ചത്തിൽ ദിക്ർ മുഴക്കിയപ്പോ നിങ്ങൾ ഈ വിളിക്കുന്ന നാഥൻ ചെവി പൊട്ടാനല്ല കേട്ടോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദിക്റിന്റെ ആത്മനിർവൃതിയിൽ, ആനന്ദ ലഹരിയിൽ ചിലപ്പോ കുറച്ച് ശബ്ദമൊക്കെ കൂടിപ്പോകും. അതല്ല, തന്റെ വോയിസ് കൂടിപ്പോകുന്ന ഒരു ആവേശത്തിൽ, ഒരു ആത്മീയ ഉന്മാദത്തിൽ സൗണ്ട് കൂടി പോകുന്നതല്ല ഈ പറഞ്ഞത്. ഈ സാധനം പുറത്തേക്ക് വിടുന്ന ഏർപ്പാട് എന്തിനാത്? ഞാൻ സന്ദർഭോചിതമായിട്ട് പറയാണ്. പരിസര മഹല്ലുകൾ, നമസ്കാര പള്ളികളൊക്കെ ഈ കാര്യത്തിൽ ഒന്ന് ജാഗ്രത പാലിക്കുക തന്നെ വേണം. ശബ്ദ കോലാഹലം, ശബ്ദ മലിനീകരണം, ഇതൊന്നും നമുക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ്. എന്താവട്ടെ, ലാ മഅബൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്,
ലാ മശ്ഹൂദ ഇല്ലല്ലാഹ് ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഇത് കേവല മുദ്രാവാക്യങ്ങളല്ല, വെറും നാവിലൂടെ ഉരുവിടാനുള്ള മന്ത്രങ്ങളും അല്ല. ദിക്ർ മജ്ലിസിൽ ആവർത്തിച്ച് ഉരുവിടാനുള്ള ദിക്ർ മാത്രമല്ല, ദിക്ർ തന്നെയാണ്, ഉത്തമമായ ദിക്ർ തന്നെയാണ്, വെറും ചൊല്ലാനുള്ള ദിക്റല്ല. തൗഹീദിലൂടെ പുരോഗമിക്കുന്ന ഒരു മുഅ്മിനിന് അനുഭവിക്കാനുള്ള, ആസ്വദിക്കാനുള്ള ആത്മീയ റേഞ്ചുകളാണ്. അനുഭവിക്കാൻ, ആസ്വദിക്കാനുള്ള ആത്മീയ തലങ്ങളാണ് ഇതൊക്കെ. അതിലൊന്നാമത്തത് 4 സ്റ്റെപ്പുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് പഠിക്കുന്ന ആളുകളുടെ പ്രൈമറി തലമാണ്, പ്രഥമ വിദ്യാ കേന്ദ്രമാണ്, 1-ാം ക്ലാസ്സാണ്. ലാ മഅബൂദ ഇല്ലല്ലാഹ് 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അർത്ഥം ഏതാണ്? പ്രൈമറി തലം, തൗഹീദിന്റെ പ്രൈമറി തലത്തിൽ പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരർത്ഥം മാത്രല്ല, 7 ആകാശങ്ങളും 7 ഭൂമികളെക്കാൾ ഭാരം അതിനുണ്ട് എന്നാ. ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ ഈമാനൊക്കെയും തൂക്കിയാൽ എന്റെ സിദ്ദീഖിന്റെ ഈമാനിനോളം ആവുകയില്ല എന്ന് ഖാല റസൂലുള്ളാഹി. എന്താ അത് തൂക്കം കൂടിയത്? എന്തേ തൂക്കം കൂടാൻ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പഠനത്തില് പുരോഗതി പ്രാപിച്ചു. എല്ലാവർക്കും ഒരു പഠനമല്ല, പ്രൈമറി തലത്തിൽ പഠിപ്പിക്കുന്ന പാഠമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ആദ്യം പഠിപ്പിക്കുന്ന ആശയമാണ് ലാ മഅബൂദ ഇല്ലല്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? ആരാധനക്കർഹൻ അല്ലാഹു മാത്രം, ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാകുന്നു. ഇതാണ് പ്രൈമറി തലം, 1-ാം ക്ലാസ്. ഇതാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ഫൽ മർതബത്തുൽ ഊലാ മിനത് തൗഹീദി അൻ യഖൂലൽ ഇൻസാനു ബിൽ ലിസാനി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖൽബുഹു ഗാഫിലുൻ അൻഹു. ആദ്യത്തെ തട്ട്, ആദ്യത്തെ പടവ് മനുഷ്യൻ പറയാ, നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ. എന്നിട്ട് അതിനൊരു മീനിങ് മനസ്സിലാക്കി വെക്കുക. ആരാധനക്കർഹൻ അല്ലാഹു മാത്രം എന്ന ഒരു ആശയം അതിനൊന്ന് മൊത്തത്തിൽ മനസ്സിലാക്കി വെക്കുക. എന്താണ് ആരാധന, എങ്ങനെയാണ് ആരാധനയിലുള്ള തൗഹീദ് എന്ന കാര്യത്തിലൊക്കെ വഖൽബുഹു ഗാഫിലുൻ അൻഹു, അത്തരം വിഷയങ്ങളിൽ അവന്റെ ഹൃദയം അശ്രദ്ധമാണ്. ഇതാണ് 1-ാം ക്ലാസ്. ഈ 1-ാം ക്ലാസിന്റെ അവസ്ഥ എന്താ? ഇനി 2ഉം 3ഉം 4ഉം ഒക്കെ ഉണ്ട് പഠിച്ചു പുരോഗമിക്കാൻ. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിതാക്കളായ മുസ്ലിമീങ്ങൾ ഏത് പാഠശാലയിൽ? തൗഹീദിന്റെ കോളേജില്, തൗഹീദിന്റെ കലാലയത്തില് പഠിതാക്കളായ വിദ്യാർത്ഥികളായ മുസ്ലിം സമുദായം ആ 1-ാം ക്ലാസ്സിൽ പഠിച്ച് പുരോഗമിക്കുകയല്ല ചെയ്യുന്നത്, പഠിച്ച് വിജയിക്കുകയല്ല ചെയ്യുന്നത്. ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണെന്ന സബ്ജക്റ്റ്, അത്രയും പാഠ്യഭാഗം മാത്രം പഠിപ്പിക്കുന്ന 1-ാം ക്ലാസ്സില് പഠിച്ചു പുരോഗമിക്കുന്നില്ല, പഠിച്ച് വിജയിക്കുന്നില്ല. പിന്നെ 1-ാം ക്ലാസ്സിൽ എന്താ സംഭവിക്കുന്നത്? പഠിച്ചതിനനുസരിച്ച് കലഹിക്കുകയാണ്, തർക്കിക്കുകയാണ്, തമ്മിലടിക്കുകയാണ്, കുടുംബം ഭിന്നിപ്പിക്കുകയാണ്, പള്ളി ഓഹരി വെക്കുകയാണ്, മദ്രസയുടെ മധ്യത്തിൽ ചുമര് കെട്ടുകയാണ്. എന്താണ് പ്രശ്നം? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 1-ാം ക്ലാസ്സിലെ തല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ
പ്രൈമറി തല പഠനത്തിൽ, അധ്യാപനത്തിൽ, ആ പഠനത്തിലുണ്ടാകുന്ന തർക്കകോലാഹലങ്ങൾ, ആ തർക്കം അങ്ങനെ തുടരുകയാണ്. എന്താണ് ആരാധന? എങ്ങനെയാണ് ആരാധന? എപ്പോഴാണ് ആരാധന? ആരാധനയുടെ നിർവചനം എന്ത്? ഈ തർക്കം ഇന്നും തുടരുകയാണ്. അത് നാളെയും തുടരും. ലോകാവസാനം വരെ, ഖിയാമത്ത് നാൾ വരെ അതിനൊരു തീരുമാനവും ആവുകയില്ല. അതങ്ങനെ തുടരും. ഏത് സാഹചര്യത്തിലും തുടരും. ഏത് തൗഹീദിന്റെ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ അടിയാപ്പി പറയുന്നത്. ഏത് സാഹചര്യത്തിലും ഈ ഉമ്മത്തിന് നേരെ ഭീഷണികൾ വരുന്ന നേരത്തും പ്രതിസന്ധികൾ വരുന്ന നേരത്തും ഈ തർക്കത്തിനൊരു കുറവുമില്ല. പുര കത്തിയാളുകയാണ്. അപ്പോഴും അമ്മായിമ്മ തള്ളയും മരുമകളും പോരിലാണ്. രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അമ്മായിമ്മ തള്ളിയും മരുമകളും രണ്ടാളും പൊരേ കത്തുന്നത്, രണ്ടാളൊന്ന് വെളിയിലിറങ്ങിയിട്ട് വെള്ളം ഒഴിച്ചത് അണക്കണ്ടേ, അപ്പോഴും അവര് പോരില്ല. ഇത് ഈ പറഞ്ഞ പോലെയാണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥ. വർത്തമാനകാല സാഹചര്യം നമുക്ക് ബോധ്യമുള്ളതാണ്, അറിവുള്ളതാണ്. ഫാസിസത്തിന്റെ പടവാൾ ഈ ഉമ്മത്തിന്റെ തലക്കുമീത വന്നു നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ ഉമ്മത്ത് ഒത്തുപിടിച്ചുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട്, ഐക്യത്തോടെ ഈ ശത്രുവിന്റെ മർദ്ദനത്തിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടും, എങ്ങനെ ഈ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ തടയാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുകയും നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സമയം അല്ലേ? അൽഹംദുലില്ലാ, ഈ മൂവാറ്റുപുഴ താലൂക്കിലെ 40-ൽ പരം ജമാഅത്തുകൾ സംയുക്തമായി സംഘടിപ്പിച്ച കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സമ്മേളനവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിജയിച്ചു. ഒരു വലിയ ജനപങ്കാളിത്തം ഉണ്ടായി. അതിനൊന്നും തർക്കമില്ല, നല്ല കാര്യം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും പ്രശംസിച്ചു. മൂവാറ്റുപുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു, 100 കണക്കിന് ആളുകൾ മാത്രം നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഞങ്ങൾക്ക് തലവേദനയാകാറുണ്ട്. എന്നാൽ 10,000 അണിനിരന്നപ്പോൾ ഞങ്ങൾക്കൊരു പണിയുമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫ്രീ ആയി കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും പറഞ്ഞത്. അൽഹംദുലില്ലാ, നല്ല സമാധാനത്തോടെ ആത്മസംയമനത്തോടെ നമ്മൾ ആ പരിപാടി നടത്തി. മനുഷ്യ സഹജമായ നിലക്ക് അതിൻ്റെ സംഘാടനത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ചെറിയ വീഴ്ചകൾ ഉണ്ടെങ്കിലും നാം മനുഷ്യന്മാരാണല്ലോ. ആ കുറ്റങ്ങൾ നമുക്ക് കണ്ടെത്തി പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എൻ്റെ വിഷയം അതല്ല, ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ഈ ഒരു സാഹചര്യത്തിൽ മഹല്ല് ഏകോപന സമിതി എന്ന ഒരു സംഘടനക്ക് നാം രൂപം നൽകി. ഈ 40-ൽ ചില്ലറ ജമാഅത്തുകളിലെ ആലിമീങ്ങളെയും ഉമറാക്കളെയും ഭാരവാഹികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നും ഈ ഐക്യം നിലനിർത്താൻ വേണ്ടിയിട്ട് മഹല്ല് ഏകോപന സമിതി എന്ന ഒരു സംഘത്തിന് രൂപം നൽകി. ആശയങ്ങൾ കൈമാറാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അപ്പോഴും ആ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് നിലവാരമില്ലാത്ത സംഘടനാ പ്രവർത്തനം നടത്തുന്ന ചില അൽപ്പന്മാർ. ആലോചിച്ചു നോക്കണം, ഈ സമയം നിലവാരം കുറഞ്ഞ സംഘടനാ പ്രവർത്തനത്തിന്റെ നേരമാണോ? ആലോചിച്ചു നോക്ക്. നാരിയത്ത് സ്വലാത്ത് ഇബാദത്തല്ല എന്നാ ഇപ്പത്തെ ചർച്ച. എന്ത് ഇബാദത്തുള്ള വിഷയം ഇപ്പൊ ഇവിടെ തൗഹീദിന്റെ 1-ാം ക്ലാസ്. സ്വലാത്തുൻ നാരിയ എന്ന ഒരു സ്വലാത്തുണ്ട്. കേരളത്തിലെ നമ്മുടെ പൂർവീകരായ ഉലമാക്കള്, മൺമറഞ്ഞുപോയ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയും കേരള ജനത നിരാക്ഷേപം ചൊല്ലി വരികയും ചെയ്യുന്ന സ്വലാത്തുൻ നാരിയ, അത് ഇബാദത്തല്ല, അത് ബിദ്അത്താണ്, അല്ലെങ്കിൽ ശിർക്കാണ്. ഇതാണ് ഇപ്പത്തെ ചർച്ച. ഇപ്പൊ നമ്മൾ സ്വലാത്തും കുനൂത്തും ചർച്ച ചെയ്യണ നേരാണോ? കുനൂത്ത് വേണ്ടവർ ഓതിക്കോട്ടെ, വേണ്ടാത്തവർ ഓതണ്ട. കുനൂത്തില്ലാത്ത പള്ളിയാണ് പേട്ടപ്പള്ളി, ഹനഫി മുസല്ല, അവിടെ പോയി നിസ്കരിച്ചൂടെ?
ഒരു കുഴപ്പമില്ലല്ലോ. വേണമെന്നുള്ള അഭിപ്രായക്കാർക്ക് ശാഫിഈ മുസല്ലയിൽ വന്ന് നിസ്കരിക്കാം. സ്വലാത്തുൻ നാരിയ നിർബന്ധം ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ ഓതുന്നത് പോലെ നിർബന്ധമുള്ള സംഗതിയൊന്നുമല്ല. വേണ്ടവർ ഓതിക്കോട്ടെ, ചൊല്ലിക്കോട്ടെ, വേണ്ടാത്തവർ ചൊല്ലണ്ട. ഇപ്പൊ അതാണ് ഒരു ഗ്രൂപ്പിലെ പ്രധാന ചർച്ച. ആലോചിച്ച് നോക്ക്, വെറും അത്ര ഗൗരവമുള്ള വിഷയമാണോ? ഇപ്പൊ തവസ്സുല്, ഇസ്തിഗാസ, മഹാന്മാരോടുള്ള സഹായ തേട്ട്, അതൊക്കെയാണ് പിന്നെയും തിരക്കടില്ല. ഇത് സൂറത്ത് അഅറാഫിന്റെ 157-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് സ്വലാത്തുൻ നാരിയ. ഖുർആനിന്റെ നേരെ വിശദീകരണം. ഒരു കുഴപ്പവും ശിർക്കും ബിദ്അത്തും അതിനകത്തില്ല. അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൂറത്ത് അഅറാഫില് 157-ാമത്തെ സൂക്തത്തിൽ പരിചയപ്പെടുത്തിയതെന്തോ അത് തന്നെയാണ് സ്വലാത്തുൻ നാരിയയിൽ. ഞാൻ അതിന് മറുപടി പറയല്ല. അതാണ് ഇപ്പൊ ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത്. എങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ പരീക്ഷണം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പ്രക്ഷോഭങ്ങളും സമരമാർഗങ്ങളും കണ്ടിട്ട് അധികാരി വർഗത്തിന്റെ മുഖത്തൊരു പരാജയം നാം വായിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ പ്രഭാഷണം, അവരുടെ സ്പീച്ച് ചാനലുകളിലൂടെ വന്നപ്പോ അവരുടെ മുഖം നമ്മൾ കണ്ടു. വർത്തമാനത്തിലും കുറച്ച് മയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവർ പിന്തിരിയാൻ സമയമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു നമ്മളെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇറക്കിയതപ്പോ ഇതിൽ മാലിന്യം പോയിട്ടില്ല. മാലിന്യം പോകുവോളം അള്ളാഹു കുളിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് ഈ കുളിപ്പുരയിൽ കയറിയിട്ട് ആ മാലിന്യങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നതിന് പകരം മാലിന്യങ്ങൾ ദേഹത്ത് പുരട്ടുകയും ഈ ഉമ്മത്തിൽ ഛിദ്രതയും അനൈക്യവും ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന നിലവാരമില്ലാത്ത ഏർപ്പാട് ചില മുസ്ലിം സംഘടനകൾക്കൊക്കെ ഇവിടത്തെ ഫാസിസ്റ്റ് മനോഭാവമാണ്. ഞാൻ പറഞ്ഞത് ശരി, ഞങ്ങൾ പറഞ്ഞത് ശരി, ഞങ്ങൾ മാത്രാണ് സ്വർഗത്തിലേക്ക്, മറ്റുള്ളതൊക്കെ പഴച്ചതാണെന്നൊക്കെയുള്ള ഫാസിസ്റ്റ് മനോഗതി ഇപ്പോഴെങ്കിലും പുറത്തെടുക്കണ്ട. ഉള്ളത് അകത്ത് വെച്ചോ, അതായിരിക്കും നല്ലത്. ഉള്ളത് ഇപ്പൊ മാറ്റാനൊന്നും, മനോഗതി ഒന്നും മാറ്റാൻ തയ്യാറാകണ്ട, ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഫാസിസ്റ്റ് ചിന്താഗതി മതസംഘടനക്കകത്തുണ്ട്. അത് തൽക്കാലം അകത്ത് വെച്ചോ, അതിന് പറ്റുന്ന സമയമല്ല ഇത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തൗഹീദ് പഠനത്തിന്റെ 1-ാം ക്ലാസിന്റെ അവസ്ഥയും ഗതികേടുമാണ് ഞാൻ നിങ്ങളോട് ഈ സമയത്ത് പങ്കുവെച്ചത്. തൗഹീദ് തർക്കിക്കാനുള്ളതല്ല, ഇബാദത്തിന്റെ പേരിൽ കലഹിക്കാനുള്ളതല്ല. ഇബാദത്ത് റബ്ബിലേക്ക് അടുക്കാനും പുരോഗമിക്കാനും ഉള്ളതാണ് ഇബാദത്ത്. അതിന്റെ പേരിൽ തർക്കിക്കുകയും ഭിന്നിക്കുകയുമല്ല വേണ്ടത്. എന്താണ് ഇബാദത്ത്? ഞാൻ തൽക്കാലം ഈ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മേഖലയിലേക്ക് ഞാൻ പോകുന്നില്ല, അതിന്റെ ആവശ്യമില്ല. ഇപ്പോൾ അത് ഒരിക്കലും ഭൂഷണമല്ല എന്നും അറിയാം. എന്താണ് ഇബാദത്ത്? അതിന്റെ നിർവചനം പറയുമ്പോ സാധാരണ നിർവചനം തഅരീഫ് പറഞ്ഞാൽ അതിനെ ഗണ്ണിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇവിടെ തന്നെ വന്നിരിപ്പുണ്ടാകും. എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തഅരീഫ് നിർവചനമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. എന്താണ് ഇബാദത്ത്? അൽ ഇബാദത്തു ഫിഅലു മാ യർലാ ബിഹി റബ്ബു അസ്സ വജൽ. അൽ ഇബാദത്തു ഫിഅലു മാ യർലാ ബിഹി റബ്ബു അസ്സ വജൽ. പ്രതാപവാനായ യോഗ്യനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെയും, അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ താല്പര്യപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെയും, അതാണ് ഇബാദത്തിന്റെ നിർവചനം. അതൊരു പ്രത്യേകതരം ചടങ്ങുകളാക്കി പരിമിതപ്പെടുത്തേണ്ടതില്ല. ഇബാദത്തുകളെ ചില പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളാക്കി ഒതുക്കി വെക്കേണ്ടതില്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഓത്തും പാട്ടും ചൊല്ലലുമാണ്, നിസ്കാരവും നോമ്പും ദാനധർമ്മമാണ്, ഇങ്ങനെ കുറച്ച് ഇടപാടുകളാണ് ഇബാദത്ത് എന്ന അബദ്ധത്തിൽ പലരും പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെയല്ല. പലർക്കും ആ ധാരണ ഉണ്ട്. പുരുഷന്മാരിൽ നിന്ന് പലരും പറയാറുണ്ട്, കുടുംബത്തെ പോറ്റാനുള്ള നെട്ടോട്ടത്തിനിടയിൽ, കഠിനാധ്വാനത്തിനിടയിൽ എവിടെ ഇബാദത്തിന് നേരം?
സഹോദരിമാർ പറയാറുണ്ട്, അടുക്കള ജോലിയും വീട്ടിലെ പണിയും കഴിഞ്ഞിട്ട് ഉസ്താദേ എവിടെ ഇബാദത്തിന് നേരം? അബദ്ധമാണിത്, ധാരണപ്പെശകാണിത്. ഇബാദത്ത് എന്നാൽ പ്രത്യേകമായ ചില കർമ്മങ്ങൾ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ-ലുഖ്മത്തുല്ലത്തി തർഫഉഹാ ഇലാ ഫീ ഇംറഅതിക സദഖത്തുൻ. എടാ മോനെ, എടാ സഹോദരാ, എടാ മുസൽമാനെ, നീ അധ്വാനിച്ചു കൊണ്ടുവന്ന വിഹിതത്തിൽ നിന്ന് ഒരു പിടി ഭക്ഷണം നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്നു എങ്കിൽ അത് സ്വദഖത്തുൻ, നിന്റെ നന്മയുടെ റെക്കോർഡിൽ അതൊരു ദാനമായി അല്ലാഹു സ്വീകരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. സ്വഹീഹായ ഹദീസാണത്. മക്കളെ പോറ്റുന്നത് ഇബാദത്താണ്. കുടുംബിന് വീട് സംരക്ഷിക്കുന്നത്, വൃത്തിയാക്കുന്നത് ഇബാദത്താണ്. ഒക്കെയും ഇബാദത്താണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മുസൽമാന്റെ ജീവിതമടങ്കലും ഇബാദത്തായി മാറണം. അതെങ്ങനെ സാധിക്കും? നല്ല നിയ്യത്ത് കൊണ്ടവന്റെ ജീവിതം മുഴുവൻ ഇബാദത്തായി മാറിക്കിട്ടും. വീട്ടിലെ കാര്യവും നാട്ടിലെ കാര്യവും ഇപ്പോൾ നാം രംഗത്തുള്ള സമരമുഖങ്ങളും ഒക്കെ ഇബാദത്തിന്റെ ഭാഗം തന്നെ. എന്നല്ല, ഏറ്റവും വലിയ ഇബാദത്ത് ഇപ്പോൾ നാം നടത്തുന്ന സമരം. അതെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ആ റാലിയൊക്കെ നടത്തിയപ്പോ ഞാൻ കുറ്റപ്പെടുത്തുകയെന്ന് വിചാരിക്കരുത്. ചില ആളുകൾ അപ്പൊ അവിടെ ഖുർആൻ തുറന്ന് ചോദ്യ വല്ല കൂലിട്ടെന്ന് കരുതിയിട്ട്. എന്താണ് ആ ഓതുന്നത്? ആ ഓതുന്നതിന് അപ്പ ഘടക വിരുദ്ധാണ് ആ ഇരുന്നിട്ടുള്ള ഓത്ത്. അപ്പൊ അതല്ല വേണ്ടത്. ഖുർആനോത്തിനെ കുറ്റപ്പെടുത്തി മൊയിലേരെന്ന് വിമർശിക്കണ്ട. അതാണ് സാഹചര്യം. വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും മുന്തിയ ഇബാദത്ത് അതാണ്. അഫ്ളലുൽ ജിഹാദ് കലിമത്തു അദ്ലിൻ വഫീ റിവായത്തിൻ ഉഖറാ കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ. ഒരു ഭരണാധികാരി അനീതി കാണിച്ചാൽ, ഒരു ഭരണാധികാരി അക്രമത്തിന് മുതിർന്നാൽ, ആ സമയത്ത് ആ ഭരണാധികാരിയോട് അരുതെന്ന് പറയൽ, നീതി പറയൽ, സത്യം പറയൽ, അതാണ് അഫ്ളലുൽ ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് ആരും അർത്ഥം വെക്കരുത്, തെറ്റാണത്. ഇപ്പൊ മുസ്ലിമീങ്ങളിൽ പലരെയും ഫാസിസ്റ്റുകൾ വിളിക്കല് ജിഹാദീന. നല്ല പേരാ. എന്താ ജിഹാദി? കുഴപ്പമുണ്ടോ? നമ്മൾ കേൾക്കുമ്പോ പേടിക്കുക, പഠിച്ചോനെ ജിഹാദ് പറഞ്ഞ ബദർ ഉഹദ് അല്ലേ? അല്ല, ജിഹാദിന്റെ 10% മാത്രമാണ് ബദറും ഉഹദും. 10%. ജിഹാദിന്റെ 10% മാത്രമാണ് ബദറും ഉഹദും ഖന്തക്കും. 90% അതിനപ്പുറത്താ. ഭഗീരഥ പ്രയത്നം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമം എന്നാണ് ജിഹാദിന്റെ ഭാഷാപരമായ അർത്ഥം. മതത്തിലെ സാങ്കേതികാർത്ഥവും അതുതന്നെ. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കഠിനാധ്വാനം, തീവ്രമായ പരിശ്രമം എന്നാണ് ജിഹാദിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ പറഞ്ഞത് അഫ്ളലുൽ ജിഹാദ്, ഏറ്റവും മുന്തിയ ജിഹാദ് ഏതാണ്? അനീതി നടപ്പിലാക്കുന്ന അക്രമിയായ ഭരണാധികാരിയോട് സത്യം വിളിച്ചു പറയാ. അവിടെ വാളില്ലല്ലോ, അവിടെ കുന്തമില്ലല്ലോ, തോക്കില്ലല്ലോ, ബോംബില്ലല്ലോ, സത്യം നാവ് കൊണ്ട് പറയാ. അത് ജിഹാദാണെന്ന് ഖാല റസൂലുള്ളാഹി. പക്ഷേ അവിടെയുണ്ട് തൗഹീദ്. ഈ സമരത്തിന് ഇറങ്ങിയല്ലോ നമ്മൾ, അവിടെയുണ്ട് തൗഹീദ്. തൗഹീദിന്റെ 1ാം ക്ലാസ്സിൽ പ്രൈമറി തലത്തിൽ പഠിച്ചു പുരോഗമിച്ച പാസ് മാർക്ക് വാങ്ങിയ ആളുകളാണെങ്കിൽ അവരാ സമരത്തിന് ഇറങ്ങുമ്പോഴും ഉണ്ടാകും അതിൻ്റെതായ ഒരു നന്മ, അതിൻ്റെതായ ഒരു നന്മയുടെ പ്രകടനങ്ങൾ. അവിടെയുണ്ട് തൗഹീദ്, അവിടെയുണ്ട് നിയ്യത്ത്. എന്താണ് ആ സമരത്തിന് ഇറങ്ങിയപ്പോ? ഇനി ഇറങ്ങാനുണ്ട് ഇൻഷാ അല്ലാഹ്. സമരത്തിനിറങ്ങുന്ന മുഅ്മിനിന്റെ, മുവഹിദിന്റെ, തൗഹീദ് പഠിക്കുന്ന വ്യക്തിയുടെ, പഠിച്ച ആളുടെ നിയ്യത്ത് എന്താ? പടച്ചവനെ, മർദ്ദിത ജനകോടികളുടെ മോചനത്തിനായി, അക്രമികളായ ഭരണാധികാരികളെ തിരുത്തുന്നതിന് വേണ്ടി, സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും സംസ്ഥാപനത്തിന് വേണ്ടി അല്ലാഹ് എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ ഇതാ പ്രതികരിക്കുന്നു റബ്ബേ എന്ന നിയ്യത്തോടെ ഇറങ്ങണം. ആ നിയ്യത്താണ് തൗഹീദ്. നേരെ മറിച്ച്
വേറെ ചില ആൾക്കാരുണ്ട് ഇറങ്ങിയാൽ സ്റ്റേജിലും പേജിലൊക്കെ ഞാൻ ഉണ്ടാകണം, മോശമാകാൻ പറ്റൂല. ഫോട്ടോ വരുമ്പോ മുന്നിൽ എന്നെ കാണണം, എന്നിട്ട് സെൽഫി എടുത്തിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കലും ഇങ്ങോട്ട് സെൻഡാക്കലും, ഞാൻ കണ്ടോ ഞങ്ങളെ പരിപാടി എന്ന് പറയലും. പോയി തൗഹീദ് ഔട്ടായി, പൊട്ടി. നിനക്ക് ആ 2 കിലോമീറ്റർ നടന്നതും വിയർത്തതും വേസ്റ്റായി പോവുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് വേസ്റ്റായി എന്ന് കൂട്ടിയാൽ മതി. നടന്ന് വിയർത്ത് കിട്ടിയ കുറച്ച് കൊഴുപ്പും ഫാറ്റൊക്കെ ഉണ്ട് പുറത്തേക്ക് വന്ന ലാഭെങ്കിലും ഉണ്ടാകും. വേസ്റ്റ് ആവുക മാത്രമല്ല മോനെ, സ്വർഗം കിട്ടുന്നതിന് പകരം നിന്റെ തെറ്റായ ആ നീയത്ത്, നിനക്കവിടെയും ആളാകണമെന്ന നിന്റെ തെറ്റായ ലക്ഷ്യം, അതുകൊണ്ട് നിനക്ക് നരകമാണ് കിട്ടുക. ഓരോ ചവിട്ടടിയും നരകത്തിലേക്കാണ്. ആ പ്രകടനത്തിൽ പങ്കെടുത്ത സമയത്ത് ഓരോ സ്റ്റെപ്പുകളും നരകക്കുഴിയിലേക്കാണ് മോനെ നിന്നെ കൊണ്ടുപോവുക. തൗഹീദ് എല്ലായിടത്തും വേണം. തൗഹീദിന്റെ 1-ാം ക്ലാസ് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പ്രൈമറി തലത്തിൽ പഠിപ്പിക്കുന്ന പാഠമേതാ? ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. എന്റെ ആരാധനകൾ, എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ ഞാൻ ക്രമീകരിക്കാൻ, ചിട്ടപ്പെടുത്താൻ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് 1-ാം ക്ലാസ്സിലെ സത്യപ്രതിജ്ഞ. ആ പ്രതിജ്ഞയെടുത്ത ഒരു പഠിതാവ് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അനങ്ങണം, അടങ്ങണം, ചലിക്കണം, സൈലന്റ് ആകണം. അവിടെ പൊട്ടിപ്പോയാൽ ദുനിയാവും ആഖിറവും കട്ടപ്പുകയായിരിക്കും. തൗഹീദിന്റെ 1-ാം ക്ലാസ്സിൽ തോറ്റു തൊപ്പിയിട്ട ടീമിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഉണ്ട്. സൂറത്തുൽ ഹജ്ജിന്റെ 11-ാമത്തെ ആയത്തെടുത്തൊന്ന് വായിച്ചു നോക്കണം നിങ്ങൾ. തൗഹീദിന്റെ 1-ാം ക്ലാസ്സിൽ പൊട്ടിയിട്ട് ഒന്ന് തന്നെ പൊട്ടിയാ പിന്നെന്താ കഥ? 10 പൊട്ടുകയാണെങ്കിൽ വല്ല കടയിലും സെയിൽസ്മാൻ ആയിട്ട് നിൽക്കാം, കുറച്ചൊക്കെ കണക്ക് കിട്ടുമല്ലോ അല്ലേ? 10-ാം ക്ലാസ്സിൽ പൊട്ടിയാല്, അല്ലെ +2 പൊട്ടിയാലും ഏറെക്കുറെ ചെറിയ ബോർഡൊക്കെ വായിക്കാൻ പറ്റും. ഒന്ന് തന്നെ പൊട്ടിയവന്റെ അവസ്ഥ എന്താ? അവനെന്ത് മീൻ കച്ചവടം ചെയ്യാൻ പറ്റുമോ? മീൻ വിൽപ്പന മോശാക്കല്ലേ, ഞങ്ങൾ മൂവാറ്റുപുഴക്കാർ വലിയ മീൻ കച്ചവടക്കാരാ, അങ്ങനെയല്ല പറഞ്ഞത്. സാധാരണ തലയിൽ വെച്ച് ചാളേന്നും വിളിച്ച് പറഞ്ഞ് നടക്കുന്ന ആ പണിക്കെങ്കിലും പറ്റുമോ 1-ാം ക്ലാസ്സിൽ പൊട്ടിയോനെ? തൗഹീദിന്റെ പ്രൈമറി തലത്തിൽ പൊട്ടിപ്പാളീസായി പോയ മനുഷ്യക്കൂട്ടത്തെ കുറിച്ച് എന്നല്ല, മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജ് 11. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ ഒരു വിഭാഗക്കാർ, ചില ആളുകൾ. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ ചില വിഭാഗക്കാർ. ആരാണ് ആ വിഭാഗക്കാർ? യഅ്ബുദുല്ലാഹ്, അവർ അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ്. അപ്പൊ ഏത് കൂട്ടത്തിലാണ് ഈ ടീം? അപ്പോൾ ഏത് വിഭാഗത്തിലാണ് ഈ ടീം? മുസ്ലിങ്ങളെ കൂട്ടത്തിൽ. അവരെല്ലാം അള്ളാഹനെ ആരാധിക്കാൻ വരിക അല്ലേ? പുറത്തുള്ള കമ്മ്യൂണിറ്റിയിലല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ പറ്റി ഈ പറയുന്നത്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമുണ്ട്, യഅ്ബുദുല്ലാഹ്, അവർ ആരാധിക്കുന്നവരാണ്. ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന 1-ാം ക്ലാസ്സിൽ പഠിച്ചവരാണ്. ആ പഠിച്ചതിനനുസരിച്ച് ഭാഗികമായി പ്രവർത്തിക്കുന്നവരാണ്, ഫുള്ളല്ല, ഭാഗികമായി പ്രവർത്തിക്കുന്നവരാണ്. എങ്ങനെ അവരെ പ്രവർത്തനം? യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, ഇസ്ലാമിന്റെ ഓരത്ത് വന്നിട്ട്, വക്കിൽ വന്ന് നിന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ. ഇസ്ലാമിന്റെ വൃത്തത്തിന്റെ
വൃത്തത്തിലേക്ക് കയറുന്നില്ല, അകത്തേക്ക് ഇസ്ലാം എന്ന ഭവനത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? ആ സ്റ്റെപ്പിൽ നിൽക്കുക. എവിടെ? ഇസ്ലാം എന്ന ഭവനത്തിന്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. യഅ്ബുദുല്ലാഹ, അള്ളാനെ ആരാധിക്കുന്നുണ്ട്. ആ സ്റ്റെപ്പിൽ നിൽക്കുകയാണ്, ഓരത്ത് നിൽക്കുകയാണ്, വക്കിൽ നിൽക്കുകയാണ്. എന്തിനാ അവര് വക്കിൽ നിൽക്കുന്നത്? അവർക്ക് അകത്തേക്ക് കടന്നൂടെ? അകത്തേക്ക് കടന്ന് സഹിക്കാൻ മാത്രം അവർക്ക് പറ്റൂല. അകത്തേക്ക് കടന്ന് കുറച്ച് സഹിക്കേണ്ടി വരും. ഇസ്ലാം എന്ന ഭവനത്തിന്റെ ഉള്ളിലേക്ക് കയറിയാൽ കുറച്ച് സഹിക്കേണ്ടി വരും. സഹിക്കാൻ അവർക്ക് പറ്റൂല. എന്നാ പിന്നെ അവർക്ക് ഇറങ്ങിപ്പോയി കൂടെ? അങ്ങനെ ഇറങ്ങിപ്പോയാൽ അകത്തെന്തെങ്കിലും വിളമ്പുന്ന നേരത്തെ പോയി ശാപ്പിടാൻ പറ്റൂലല്ലോ. വിളമ്പുന്ന നേരത്തെ ശാപ്പിടാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പിൽ നിൽക്കുകയാണ്. ഏത് സ്റ്റെപ്പില്? ഇസ്ലാം എന്ന വീടിന്റെ. അള്ളാഹ് പറയാ, ഞാൻ പറയല്ല. ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട് യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, ഇസ്ലാമിന്റെ സ്റ്റെപ്പിൽ വന്ന് നിന്നുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന ടീമാണവര്. ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബി, ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് ഖൈറുകൾ കിട്ടുമ്പോ, സകാത്ത് കിട്ടുമ്പോ, സഹകരണങ്ങൾ കിട്ടുമ്പോ, കുഴപ്പമൊന്നുമില്ലാത്ത ശാന്തമായ സാഹചര്യത്തിൽ ഇത്മഅന്ന ബിഹി, അവർ സമാധാനിക്കുകയും സന്തുഷ്ടരാകുകയും ചെയ്യും. എന്നിട്ടോ ഫഇന്ന സാബതുഹു ഫിത്നതുൻ ഖലബ അലാ വജ്ഹി, വല്ല പ്രതിസന്ധികളും ഫിത്നകളും നാശങ്ങളും പൗരത്വ ഭേദഗതി ബില്ലുകളും അതുപോലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും കെടുതികളും വന്നാൽ ഇൻഖലബ അലാ വജ്ഹിഹി, അവർ ആ ഇസ്ലാം എന്ന വീട്ടിൽ നിന്ന് മുഖം തിരിച്ചു കളയും. മുഖം തിരിക്കുക എന്ന് പറഞ്ഞാല് അവർ അതീനാട് എസ്കേപ്പ് ആക്കിയിട്ട് പിന്തിരിഞ്ഞു പോകും. അല്ലാഹു പറയുന്നു ഖസിറദ് ദുനിയാ വൽ ആഖിറ, ഈ പാർട്ടിക്ക് ദുനിയാവില്ല ആഖിറവുമില്ല. ഇരുലോകവും പൊട്ടിപ്പോയി, ദുനിയാവും ആഖിറവും തകർന്നുപോയി. രണ്ടു ലോകത്തും അവർ തോറ്റുപോയി. വിശുദ്ധ ഖുർആൻ. ذلك هو الخسران المبين, വ്യക്തമായ തോൽവിയാണിത്. ഇതിനേക്കാൾ വ്യക്തമായ തോൽവിയില്ല. അല്ലാഹു വല്ലാത്തൊരു ആശയമാണ് ഈ ആയത്തിൽ പറഞ്ഞു കേട്ടോ. ലാഭം കിട്ടുമ്പോ മുസ്ലിം, ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ദേശീയ മുസ്ലിം. അങ്ങനെയുണ്ട്. ഇപ്പോ ചില ദേശീയ മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, വാർത്തകൾ വായിക്കുന്നുണ്ടല്ലോ. ഇന്ത്യ രാജ്യം ഫാസിസ്റ്റുകൾ ഭരിക്കുകയാണോ, എന്നാ ഞാനൊരു ദേശീയ മുസ്ലിം ആകുക. എന്തിനാ ഈ മുസ്ലിം ദേശീയവാദി എന്ന് പറഞ്ഞാൽ പോരാ, മുസ്ലിമാണ് കട്ട് ചെയ്തൂടെ? വലിയൊരുനാൾ വരുമ്പോഴുള്ള ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാനും പൊട്ടന്മാരായ മുസ്ലിമീങ്ങളുടെ വോട്ട് തട്ടാനും വേണ്ടിയിട്ട് ഓരത്ത് നിൽക്കുന്ന ചില ദേശീയവാദികൾ അങ്ങനെയുണ്ട്. ഉംറക്ക് പോയ കഥ പറയുന്ന കൂട്ടത്തിൽ തന്നെ ശബരിമല ശാസ്താവിനെ മനസ്സിൽ ധ്യാനിക്കണമെന്നും പറയുന്ന ദേശീയ മുസ്ലിമീങ്ങൾ. എന്താകട്ടെ, നമ്മളെ ചർച്ച അതല്ല. ഖസിറദ് ദുനിയാ വൽ ആഖിറ. ഇമാം ബുഖാരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ ഒരു സാഹചര്യം, മദീനയിൽ ചില ആളുകൾ വരും അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ. എന്നിട്ട് സത്യദീൻ പുൽകാൻ അവർ ആഗ്രഹം പ്രകടിപ്പിക്കും. നബി തങ്ങൾ അവർക്ക് സത്യത്തെക്കുറിച്ചുള്ള സന്ദേശം കൈമാറും. അവരാ സന്ദേശം കൊണ്ട് ജീവിക്കുന്നതിനിടയിൽ കെട്ടിയോൾ ആമ്പുള്ളയെ പ്രസവിച്ചാൽ ഒട്ടകവും കുതിരയൊക്കെ നന്നായിട്ട് പ്രസവിച്ചാൽ, സമ്പത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടായാൽ യഖൂലൂൻ, അവർ പ്രഖ്യാപിക്കും, ഹാദാ ദീനുൻ സ്വാലിഹ്, നല്ലൊരു മതല്ലേ, എന്തൊരു ബർക്കത്ത്. അതിലാണ് മെമ്പർഷിപ്പ് എടുത്തു നോക്കുമ്പോ കെട്ടിയോള് പ്രസവിച്ച ആൺകുട്ടി, അതുപോലെ തന്നെ കാലി സമ്പത്തൊക്കെ അങ്ങനെ വർദ്ധിക്കുക. നേരെ മറിച്ച് കെട്ടിയോളൊരു പെമ്പുള്ളയെ പ്രസവിക്കുകയും ഒട്ടകവും കുതിരയൊക്കെ പ്രസവിക്കാതിരിക്കുകയും ചെയ്യുമ്പോ ഹാദാ ദീനുൻ സൂഅ്, മെനക്കെട്ട ദീന് എന്ന് പറയുന്ന ഒരു പാർട്ടി അന്നുണ്ടായിരുന്നു. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ. ഈ സൂറത്തുൽ ഹജ്ജിന്റെ 11-ാമത്തെ ആയത്തിന്റെ അവതരണ കാരണം
തഫ്സീർ ഇബ്നു കസീറിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണും. മദീനയിലേക്ക് ഒരു സംഘം അഅറാബികൾ, ഗ്രാമീണരായ ആളുകൾ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ അവരെത്തി. അവര് മലഞ്ചെരുവിലാണ് താമസിക്കുന്നത്. അവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെയും ഇസ്ലാമിൽ മെമ്പർമാരാക്കണം, ഞങ്ങൾക്കും മുസ്ലിങ്ങളാകണം. നബി തങ്ങൾക്ക് അവർക്ക് സത്യത്തിന്റെ മെസ്സേജുകൾ അവർക്ക് കൈമാറി. അവരിൽ നിന്ന് ബൈഅത്ത് വാങ്ങി. ഈ സംഘം ഗ്രാമീണരായ ആളുകൾ നബി തങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് വാങ്ങിയിട്ട് അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചുപോയി. തിരിച്ചു പോയപ്പോ എന്തുണ്ടായി? ആദ്യ കാലത്ത് ആവശ്യത്തിന് മഴ കിട്ടി, കൃഷിയൊക്കെ നന്നായി വളർന്നു, ആടുകളും കാലികളൊക്കെ ഉഷാറായി. അപ്പൊ അവര് പറഞ്ഞു, കൊള്ളാലോ, ഈ മതത്തിൽ മെമ്പറായപ്പോ ഉഷാറായല്ലോ. പക്ഷെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വരൾച്ച വന്നു, കാലികളൊക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി, കൃഷിയൊക്കെ കരിയാൻ തുടങ്ങിയപ്പോൾ മെനക്കെട്ട ദീനും കൊണ്ടാണ് ഈ മുഹമ്മദ് വന്നത് എന്ന് അവരെ നാവുകൊണ്ട് പറഞ്ഞു. ഫഅൻസലല്ലാഹു അലാ നബിയിഹി. അപ്പോൾ അള്ളാഹു ഇറക്കി കൊടുത്ത ആയത്താണ്. ജനങ്ങളിൽ ചില ടീമുണ്ട്, അവർ സ്റ്റെപ്പിൽ, വീടിനകത്തേക്ക് കയറാതെ സ്റ്റെപ്പിൽ നിന്ന് ഇബാദത്ത് ചെയ്യുന്ന ടീമാണ്. ഇതിപ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞ അന്നത്തെ അറേബ്യയിലുള്ള അഅറാബികൾക്ക് മാത്രം ബാധകമാണ് മൊയ്ലിയരെ, ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നാരും തെറ്റിദ്ധരിക്കണ്ട. ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്ന കൂട്ടത്തിൽ ഇക്കാലത്തുള്ള പലരും ഉണ്ടാകും. അതാരാ? പള്ളിയില് മഞ്ഞച്ചോറും പോത്തിറച്ചിയും വിതരണം ചെയ്യുന്നു എന്ന് കേട്ടപ്പോ ആവേശപൂർവം വന്നിട്ട് വലിയ താല്പര്യത്തോടുകൂടെ വന്നിട്ട് അത് വെട്ടി വിഴുങ്ങി ഏമ്പക്കം വിട്ടു പോകുന്ന ടീം കഴിഞ്ഞ വെള്ളിയാഴ്ച വിളിച്ച സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ അവൻ ഈ കൂട്ടത്തിലാ. അങ്ങനെ കണ്ട മൊയ്തേരെ അർത്ഥം വെക്കടോ ആയത്ത്. ജനങ്ങളിൽ ഒരു വിഭാഗം ഇസ്ലാം എന്ന സുന്ദര ഭവനത്തിലേക്ക് കയറി വരാതെ സ്റ്റെപ്പിൽ നിന്ന് ഇബാദത്തെടുക്കും. എന്തിനാണ് ആ ഇബാദത്ത്? വെട്ടി വിഴുകാൻ കിട്ടിയാല് റാഹത്തോടെ വെട്ടി വിഴുകാൻ വേണ്ടിയിട്ടാണ് ദീനിന്റെ സ്റ്റെപ്പിൽ നിന്നിട്ട് അവർ ഇബാദത്ത് ചെയ്യുന്നത്. വല്ല കുഴപ്പങ്ങളും വല്ല ഭീഷണികളും പ്രതിസന്ധികളും വന്നാൽ അവനവന്റെ പണി നോക്കിപ്പോകും. മോനെ, നിന്റെ കച്ചവടം പൊട്ടുവടാ, നിന്റെ തൊഴിലിൽ ബർക്കത്തുണ്ടാവൂലടാ, നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂലടാ. മരിക്കുന്നത് വരെ ഈ ലോക ജീവിതം തന്നെ നീ നരകിക്കുകയും മരിച്ചു ചെന്നാൽ കാലാകാലം നിനക്ക് നഷ്ടവുമായിരിക്കും മോനെ. അള്ളാഹു പഠിപ്പിക്കുക. കുറെ ആൾക്കാരുണ്ട് അങ്ങനെ. മഞ്ഞച്ചോറും പോത്തിറച്ചി മാത്രല്ല, പേര് കിട്ടുന്നിടത്ത് കയറി വരിക. പേര് കിട്ടൂലേ അങ്ങോട്ട് കയറി വരാതിരിക്കുക. പ്രസിദ്ധി കിട്ടുമോ അങ്ങോട്ട് കയറി വരും. പ്രസിദ്ധി ഇല്ലേ അങ്ങോട്ടില്ല. ഇബാദത്തിന് മൂല്യം എപ്പോഴാ? പ്രതിസന്ധിയിലുള്ള ഇബാദത്തിനാ. ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാ, അൽ ഇബാദത്തു ഫിൽ ഹർജി. ഫിത്നകളും ഭീഷണികളും പ്രയാസങ്ങളും മേൽക്കുമേലെ പ്രകടമാകുന്ന ഘട്ടത്തില് മുസ്ലിം ഉമ്മത്ത് ബുദ്ധിമുട്ടുകൾ ഭീഷണികൾ അഭിമുഖീകരിക്കുന്ന വേളകളിലുള്ള ഇബാദത്ത് കഹിജ്റത്തിൻ ഇലയ്യ, എന്നിലേക്ക് ഹിജ്റ വരുന്നത് പോലെയാണ്. എന്നിലേക്ക് ഹിജ്റ വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. പിന്നെ മക്കയിൽ നിന്ന് ആളുകൾ പോകുന്നത് ഏത് വിധത്തിലാണ് മക്ക മുശ്രിക്കുകൾ തടഞ്ഞതെന്നറിയോ? ചരിത്രം വായിച്ചറിയാം. കഷ്ടപ്പെട്ടാണ് പിന്നെ ഓരോ സ്വഹാബത്തും മദീനയിലേക്ക് പോയത്. അത് എത്ര ക്ലേശകരമാണ്. അതിന്റെ കൂലി, അതിന് സമാനമായ കൂലി ഹർജ് സമയത്തുള്ള, ഫിത്ന സമയത്തുള്ള, ഭീഷണികൾക്കിടയിലുള്ള ആത്മാർത്ഥമായ ഇബാദത്തിന് അതിന് സമാനമായ, ഹിജ്റക്ക് സമാനമായ പ്രതിഫലമുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, 1-ാം ക്ലാസ് ആണ് ഇപ്പൊ പറഞ്ഞത്. പ്രൈമറി, നമ്മളെ നഴ്സറി തലം. ഏതിൻ്റെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ. ഇതന്നെ പറഞ്ഞിട്ട് നമ്മളെവിടെ എത്തിയിട്ടുള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇനിയിപ്പോൾ 2, 3, 4 വേണ്ട മൊയ്ലിയരെ, മൂവാറ്റുപുഴക്കാർക്ക് 1 തന്നെ മതി. ഇത് പഠിക്കുമെന്നൊന്ന് നോക്കട്ടെ എന്ന് പലരുടെയും മുഖഭാവം എന്നോട്. പറ്റൂല, നമുക്കൊന്നും പുരോഗമിക്കണ്ടേ.
മരിക്കുന്നതിൻ്റെ മുമ്പ് ഈ 4 പടവുകൾ ഒന്ന് താണ്ടിക്കടക്കാൻ, ഒന്ന് പരിശ്രമിച്ച് മുന്നേറാൻ നാം അധ്വാനിക്കണ്ടേ മുഅ്മിനീങ്ങളെ? ഇൻഷാ അല്ലാ തൗഹീദിൻ്റെ 1-ാം ഭാഗം, 1-ാമത്തെ സ്റ്റെപ്പ്, കുറച്ചുകൂടെ ഭാഗങ്ങൾ നമുക്ക് പറയാനുണ്ട്. അള്ളാഹു വിശുദ്ധ തൗഹീദിലൂടെ, അള്ളാഹുവിലേക്കുള്ള നേരായ പാതയിലൂടെ നമ്മെ നയിക്കുകയും പുരോഗമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.